and I have no words to express my happiness and gratitude for this wonderful kind of opportunity. ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന മുതലാളിക്ക് തൻ്റെ ബിൽഡിങ്ങിലെ ഏറ്റവും ആഴമേറിയ ഒരു പില്ലറിന്റെ പണി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് എനിക്ക്. കാര്യം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പുലിക്കുട്ടി, ആ പുലിക്കുട്ടിയെ പോറ്റിയത് ഞാനാണ്. അവൻ പറഞ്ഞ അധ്യാപകനാണ് ഞാൻ. പക്ഷേ എൻ്റെ വ്യാഴവട്ടക്കാലത്തെ ജീവിതം മുഴുവനും ഒരു പുരുഷായുസ്സിലെ പ്രധാന ഭാഗം പല ഭാഷകളിലും ദേശങ്ങളിലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ സമർപ്പിച്ച് ഇന്ത്യയിലുടനീളം പല വിദ്യാഭ്യാസ പ്രൊജക്റ്റിൻ്റെയും പാർട്ടാവാനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി മക്കളെ വാർത്തെടുക്കാനും പറ്റി. അൽഹംദുലില്ലാഹ് എൻ്റെ ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയും സുമനസ്സുകളുടെ ബ്ലെസ്സിങ്സുമാണ് എൻ്റെ കഴിവല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആ മേഖലകളിലൊക്കെ ഈ 10,000-കണക്കിന് വിദ്യാർത്ഥി മക്കളൊക്കെ ഒരു ജോബ് സെക്ടറിലേക്ക് ജോലിക്കാരനാകാനാണ് ഞാൻ വളർത്തിയതെങ്കിൽ ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മില്ലേനിയർ ആക്കാനുള്ള ഓപ്ഷനാണ് ഒരു അധ്യാപകനായി ലഭിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി മക്കളെ ഞാൻ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഡിഗ്രിന്നും പകുതിന്നും പിടിച്ചു. ബാക്കി ആൾക്കാരൊക്കെ PhD-യും MBBS-ഉം കഴിഞ്ഞ വലിയ ഡോക്ടേഴ്സാണ്. അപ്പോൾ അവിടുന്ന് വലിയ പോക്കറ്റ് വലിക്കണം. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ എല്ലാം വാരി കൊടുക്കുന്നത് ഈ വരിയിലാണ്. ഇങ്ങോട്ട് പോരി മൈലേജ് പോരി എന്ന് പറയുന്നത് ഇവിടെയാണ് കൊടുക്കുന്നത്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ അന്നദാനത്തിന് വരി നിൽക്കുമ്പോൾ കൊടുക്കണോടത്തല്ലേ ആൾ നിന്നിട്ട് കാര്യമുള്ളൂ. സോ സീരിയസ്ലി അറിവിന്റെ മുകളിലുള്ള ഏറ്റവും വലിയ ശക്തി തിരിച്ചറിവാണെന്ന് തന്നെ പഠിപ്പിച്ച കമ്പനിയുടെ പേരാണ് MI ലൈഫ്. കാര്യം 1-2 പ്രധാന ചോദ്യങ്ങളാണ് ഈ ഇൻഡസ്ട്രി മുന്നിൽ എൻ്റെ ലീഡർമാർ പറഞ്ഞു തന്നപ്പോൾ എനിക്കുണ്ടായത്. എൻ്റെ ഗ്രേറ്റ് ലീഡറാകുന്ന RTC ലീഡർ ഷുഹൈബ് സാർ നല്ലൊരു കൈയടി കൊടുക്കുക. അതേ ഇൻഡസ്ട്രി പറയാൻ വേണ്ടി എന്നെ വിളിച്ച സമയത്ത് ജുനൈദ് സാർ പറഞ്ഞ പോലെ തന്നെ നാളെ വരാ, മറ്റന്നാൾ വരാ, ഈ പാട്ട് പണി ഇങ്ങനെ നടക്കും. അധ്യവസ്ഥ വിതരണം തോന്നുന്ന ആൾക്കാരെ കണ്ടാണ് ആദ്യത്തെ അസുഖം എന്താണ് മാറ്റണം. എന്ത്, ഞാൻ ഭയങ്കര ടീച്ചറാണ്, ട്രെയിനറാണ്, ഭയങ്കര സംഭവമാണ്. ഞാൻ കോളേജിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട്, പ്രൊഫസർ ആയിട്ടുണ്ട്, പലതും ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും, സമയമില്ല, ഞാൻ ഭയങ്കര സംഭവമുണ്ട്. അങ്ങനെ 4-5 മാസം പോയി കിട്ടില്ല. ഞാൻ വലിയതാക്കി എന്നോട് എത്തുവരുന്നു. അതുകൊണ്ട് കുറ്റപ്രദമുണ്ട്. നേരത്തെ പോയിക്കോളി ലീഡർ വിളിക്കുമ്പോൾ, അതാണ് ആദ്യം പറയാനുള്ളത്. എന്തായാലും സാറിനടുത്ത് ചെന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഷുഹൈബ് സാറുടെയും അൽതാഫ് സാറുടെയും ഗ്രേറ്റ് റഫീഖ് സാർ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ITC ലീഡേഴ്സ് ആകുന്ന മനോജ് സാർ, വിനോദ് സാർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ ചോദ്യങ്ങളും ക്ലാസ്സുകളും എൻ്റെ ഉറക്കം കെടുത്തി. കാര്യം അവരുടെ ചോദ്യങ്ങൾ ഇത്ര സിമ്പിൾ ആയിരുന്നു. ഇസ്മായിൽ, നീ ടീച്ചറാണ്, ട്രെയിനറാണ്, ഹിപ്നോ കൗൺസിലറാണ്, പലതുമാണ്. ഓൾ ഓവർ ഇന്ത്യയിലെ 14 സബ്ജക്ട് എക്സ്പെർട്ട് ട്രെയിനർ, എല്ലാം ശരിയാണ്. പക്ഷെ ഇനിയും നിനക്ക് പൈസ വരണമെങ്കിൽ നീ അങ്ങോട്ട് തന്നെ പോണ്ടേ? ആ ചോദ്യമാണ് എൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാതായത്. കാര്യം ഇനിയും എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആണ്ടെന്നെ പോകണം. ഇത് പോകുന്ന ആൾക്ക് ഉറപ്പുള്ളത് ലൈഫേ KKBP ആണ്. പിന്നെ വരുമാനം എങ്ങനെ ഉറപ്പാകലും? ആ അർത്ഥത്തിൽ അതൊരു ഇരുന്ന ചിന്തയായിരുന്നു. രണ്ടാമത്തത്, ഇസ്മായിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻഡസ്ട്രി തല്ലിപ്പൊളിയാണ്, ഇത് ജനങ്ങളെ ചേർത്തുന്ന പരിപാടിയാണ്, അതേപോലെ തന്നെ മണി ചെയിനാണ്, മറ്റേതാണ്. മനക്ക് തോന്നിയ എല്ലാ നെഗറ്റീവ് വെച്ചൊരു മൂലക്കിൽ വെച്ചോ. പക്ഷേ ഈ ഇൻഡസ്ട്രി ലോകത്തിന്റെ പിക്ചർ മാറ്റുമെന്ന് പറയുന്നത് 176 രാജ്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്, ഇക്കോണമിക്കൽ റവല്യൂഷന്റെ തിയറി പറയുന്ന 30 ചില്ലാനം ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ വേൾഡ് ഇക്കോണമിക് ഫോറത്തില് ഇന്ത്യയിൽ നിന്ന് പേരെടുത്തത് മിസ്റ്റർ അമിതാഭ് കാന്ത് പോലെ നീതി ആയോഗിന്റെ ചെയർമാൻമാർ. ഇങ്ങനെയുള്ള ലോകം കണ്ട 30 എണ്ണം പറഞ്ഞ സയന്റിസ്റ്റ് അടിവരയിട്ട് പറയുന്നു, വരാൻ പോകുന്ന മില്ലേനിയസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്ന് അസന്നിഗ്ധമായിട്ട് പറയുന്നു. അവിടെ എന്നോട് എൻ്റെ ലീഡർമാർ ചോദിച്ചത്, നീ പറയുന്നത് ഏറ്റു പറയാൻ ഇതേപോലെ തന്നെ ഒരു ഗതിക്ക് മരഗതി ഇല്ലാത്തൊരു കൂട്ടരാണ് എൻ്റെ കൂടെ ഉള്ളത്. നേരെ മറിച്ച് മറുപക്ഷത്ത് നിൽക്കുന്നത് എണ്ണം പറഞ്ഞ ഇക്കണോമിക്കൽ സയന്റിസ്റ്റ് ആണ്. നീ ആരെ കൂടെ നിൽക്കും? ഈ ചോദ്യം എനിക്ക് ഉത്തരമില്ലായിരുന്നു. ഞാൻ ഈ വന്നിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഈ ഇൻഡസ്ട്രി നടക്കുമോ, നിങ്ങളുണ്ടോ ഇല്ല എന്ന് ചോദിക്കാനല്ല, നടന്ന് പറക്കാണ്, ജയിക്കാൻ നിങ്ങളുണ്ടോ എന്ന് ചോദിക്കാനാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലാതെ ഇത് നടക്കുമോ നടക്കുമെന്ന് ചോദിക്കാനല്ല. ഇത് ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. 12 വർഷം ഒരു വ്യാഴവട്ടക്കാലം കംപ്ലീറ്റ് ആയിരിക്കുന്ന കമ്പനിയിലാണ് 12 വർഷത്തെ ഏറ്റവും നല്ല റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത ഇന്ത്യയിലെ ബെസ്റ്റ് കമ്പനി MI ലൈഫ് നമ്മൾ നിൽക്കുന്നത്. ഈ 12 വയസ്സായ കുട്ടികൾക്ക് വ്യാഴവട്ടക്കാലം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറും, അല്ലേ? എപ്പോഴും പിച്ച് വെച്ച് നടക്കും, മുട്ടിട്ട് നയഞ്ഞടക്കും, അതൊക്കെ നടക്കും. ഇനി അങ്ങോട്ട് ഉസൈൻ ബോൾട്ടിന്റെ പാച്ചിൽ കൊണ്ടു നടക്കുന്ന വർഷമാണ് മൈലേജിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് സീറ്റ് ബെൽറ്റിട്ട് നിൽക്കുക എന്നതേ പറയാനുള്ളൂ. ഈ ഇൻഡസ്ട്രി വന്ന സമയത്ത് നിങ്ങളൊക്കെ കേൾക്കുന്ന പോലെ ഒരുപാട് ഉപദേശം